ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, MO, നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഇന്ന് നമ്മൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയെക്കുറിച്ച് സംസാരിക്കുക. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് നമ്മൾ വിളർച്ച എന്ന് പറയുന്നത്. സാധാരണ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതൽ ഈ കണ്ടീഷൻ കണ്ടുവരുന്നത്. ഹീമോഗ്ലോബിൻ കുറയുന്ന കണ്ടീഷന് അനീമിയ എന്നും കൂടുന്ന കണ്ടീഷന് പോളിസൈത്തീമിയ എന്നാണ് പറയുന്നത്. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ കൂടിയാണ്. ഇനി എന്തൊക്കെ കണ്ടീഷൻസിലാണ് പോളിസൈത്തീമിയ വരുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ആയിട്ടുള്ള ഒരു ഹൈപ്പോക്സിയ കണ്ടീഷൻ വരുമ്പോൾ ഇതുപോലെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും. അല്ലെങ്കിൽ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ ചില ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസസ്, COPD പോലെയുള്ള കണ്ടീഷൻസിലും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നുണ്ട്. ചില ക്രോണിക് കിഡ്നി ഡിസീസസ് അല്ലെങ്കിൽ ട്യൂമേഴ്സിൽ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പോലുള്ളതിലൊക്കെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ വേറൊരു കണ്ടീഷൻ വരുന്നതാണ്, ഒരു സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർക്കും ഇതുപോലെ ബ്ലഡിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മുടെ ശരീരത്തിൽ അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് നമ്മുടെ അയണിൽ കുറവ് വരുമ്പോൾ, അതായത് അയൺ ഡെഫിഷ്യൻസീസ് വരുമ്പോൾ, ഇത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരുമ്പോഴും ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴൊക്കെ നമ്മൾക്ക് അനീമിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കും. മെൻസ്ട്രേഷൻ്റെ ടൈമിൽ ബ്ലീഡിങ് കൂടുതലുള്ള സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ, അല്ലെങ്കിൽ ചില മെഡിക്കേഷൻസ് എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു അനീമിയ കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന സിംറ്റംസ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇങ്ങനെ വരുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, തളർച്ചയൊക്കെ ഉണ്ടാവും. തലയ്ക്കൊരു മന്ദത അനുഭവപ്പെടാം, ഇല്ലെങ്കിൽ തലകറക്കം വരാം, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാം. അതുപോലെ തന്നെ ആർത്തവത്തിലെ ക്രമക്കേടുകളൊക്കെ ആയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചിലർക്ക് കൈയും കാലൊക്കെ തണുത്തിരിക്കുക, അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കിതപ്പായിട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ടും പ്രസൻറ്റ് ചെയ്യും. കൂടാതെ തന്നെ ചിലർക്ക് നമ്മൾ കണ്ടുവരും, ചിലർ കണ്ടിട്ടില്ലേ, അരി കഴിക്കുക, ഇല്ലെങ്കിൽ മണ്ണ് തിന്നുക, പെൻസിൽ കഴിക്കുക. ഇതൊക്കെ പറയുന്നത് ഒരു ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആയിട്ടാണ്. ഇതിനെ നമ്മൾ പൈക്ക എന്ന് പറയും. കൂടാതെ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴോ ഇല്ലെങ്കിൽ നഖം അല്ലെങ്കിൽ ഉള്ളം കൈയിലൊക്കെ നോക്കുമ്പോൾ കൈ ഒരു പാലറായിട്ട് നിൽക്കുക, ഒരു വിളർത്ത പോലെ നിൽക്കുന്നതൊക്കെ അനീമിയയുടെ സിംറ്റംസ് ആണ്. കൂടാതെ നഖം പൊട്ടുക അല്ലെങ്കിൽ നഖം സ്പൂണ് പോലെ ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ മറ്റൊരു സിംറ്റംസ് ആണ്. നിങ്ങൾക്ക് അനീമിയ ഉണ്ടോ ഇല്ലേന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡിൽ HB% നോക്കാം. ഇത് പുരുഷന്മാരിൽ ഒരു നോർമൽ റേഞ്ച് വരുന്നത് ഒരു 14 മുതൽ 17 വരെയും ഗ്രാം/ഡെസിലിറ്റർ, സ്ത്രീകളിലാണെങ്കിൽ 11 മുതൽ 14 ഗ്രാം/ഡെസിലിറ്റർ വരെയായിരിക്കും. ഇനിയിപ്പോൾ HB നോർമലാണ്, പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡിൽ സെറം ഫെറിറ്റിനും സെറം അയണും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അയണിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതെന്നും ഈ ടെസ്റ്റ് വഴി നമുക്ക് നോക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ B12 കുറവ് കാരണമാണോ അതോ ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലമാണോ ഈ ഒരു അനീമിക് കണ്ടീഷൻ വന്നതെങ്കിൽ അതും നമുക്ക് ബ്ലഡ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് അനീമിയ ഉണ്ടെങ്കിലും നമുക്ക് ടോണിക്കോ മെഡിസിൻസോ എടുക്കാതെ തന്നെ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അനീമിയ. സോ നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതായത് ഫിഷ്, എഗ്ഗ്, മീറ്റൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, മുരിങ്ങ, പിന്നെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പച്ചക്കറികളിൽ തന്നെ നിങ്ങൾക്ക് ബീട്രൂട്ട്, പാവയ്ക്ക ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ പച്ച നിറമുള്ള പച്ചക്കറികളിലാണ് ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നത്. ഫ്രൂട്ട്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പഴം, പപ്പായ, ഉറുമാമ്പഴമൊക്കെ ഒരു ബെസ്റ്റ് ചോയ്സാണ്. ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം വൈറ്റമിൻ C അയണിൻ്റെ അബ്സോർപ്ഷന് വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ ചായ, കോഫി തുടങ്ങിയവയൊക്കെ നമ്മൾ തീർത്തും ഒഴിവാക്കണം. ഇത് നമ്മുടെ അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ പനം, ശർക്കരയും എള്ളും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ അയണിൻ്റെ ടാബ്ലറ്റും സിറപ്പും എടുത്തിട്ടും ഈ HB ഒന്നും നോർമൽ ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഗട്ടിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കുറയുന്നത് കൊണ്ടാകാം. സോ നല്ലൊരു അനീമിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് ബെസ്റ്റ് ചോയ്സാണ്.